എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളിലെ രതിമൂർച്ച സൗന്ദര്യം കൂട്ടുമോ എന്നൊരു സംശയത്തിനുള്ള മറുപടിയുമായാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, രതിമൂർച്ച ലൈംഗിക സുഖത്തിന്റെ പാരമ്യതയിലെത്തുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് രതിമൂർച്ച എന്ന് വിളിക്കുന്നത്. ഇത് പുരുഷനിലും വളരെ അപൂർവമായി സ്ത്രീയിലും സംഭവിക്കുന്ന കാര്യമാണ്. പുരുഷന് അതോടൊപ്പം സ്ഖലനം സംഭവിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്കും ഇതുപോലെ ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള വെള്ളം പുറത്തു പോകുന്നു. എന്നാൽ പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകൾക്കും ഇത് സംഭവിക്കണമെന്നില്ല. ചില സ്ത്രീകൾക്ക് മാത്രം സംഭവിക്കുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദി പകുതി ഭാഗം പുരുഷന് തന്നെയാണ്, ബാക്കി പകുതി സ്ത്രീയിലും. അപ്പോൾ ഈ രതിമൂർച്ച സംഭവിക്കുന്നതിലൂടെ ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നു. പുരുഷനിൽ മാത്രമല്ല, സ്ത്രീയിലും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സ്ത്രീയിലും സ്ട്രെസ്, ടെൻഷൻ എന്നിവ ഫുള്ള് കുറച്ച് നല്ല റിലാക്സ് ഹോർമോൺ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശങ്ക, അതുപോലെ നിങ്ങൾക്ക് മാത്രവുമല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവാനും സ്കിന്ന് നല്ല ആൻറ്റി ഏജിങ് ആയി പ്രവർത്തിക്കുവാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ മുടിക്കൊഴിച്ചിലുള്ളവർക്ക് നന്നായി മുടി വളരുവാനും അതുപോലെ തന്നെ ശരീരത്തിൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്രെയിനിൽ നിന്ന് ഡോപാമൈൻ അതുപോലെയുള്ള മറ്റൊരുപാട് സന്തോഷകരമായ ഹോർമോണുകൾ റിലീസ് ആവുന്നത് കൊണ്ടാണ് ശരീരത്തിന് ഇത്തരം നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയിലും രതിമൂർച്ച സംഭവിപ്പിക്കേണ്ടത് പുരുഷന്റെ കടമയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായി സ്ത്രീയും കനിഞ്ഞ് ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ള തരത്തിലുള്ള പരിഭവങ്ങളും പരാതികളും കിടപ്പറയിൽ നിന്ന് പൂർണ്ണമായി ഉപേക്ഷിച്ച് കിടപ്പറയിൽ മാത്രം മനസ്സൊന്നി നിങ്ങളുടെ പങ്കാളിയിൽ മാത്രം സ്നേഹവും പ്രണയവും കൂടുതൽ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബന്ധത്തിൽ ഏർപ്പെടുക. ഇത് ആദ്യമായി മാനസികമായി സ്ത്രീകൾക്ക് തുടങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പുരുഷനിൽ നിന്ന് സ്വീറ്റായിട്ടുള്ള പലതരത്തിലുള്ള വാക്കുകൾ സ്ത്രീയെ ഉത്തേജിപ്പിക്കുന്നവ അവൾക്ക് നൽകി നിങ്ങൾ ശാരീരിക ബന്ധത്തിലേക്ക് കടന്നു പോക്കൂ. ഏതൊരു സ്ത്രീയും പൂർണ്ണമായ രതിമൂർച്ചയിലേക്ക് തിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫോർ പ്ലേ ഉപയോഗിക്കുമ്പോഴാണ്. ഫോർപ്ലേ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും തിടുക്കം കാട്ടി ഉപയോഗിക്കാതിരിക്കുക. പതിയെ പതിയെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇത് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം കാര്യങ്ങൾ കൂടുതൽ അത്യാവശ്യത്തിന് ഒരു പരിധി വരെ നീട്ടിക്കൊണ്ടു പോകുന്നത് സ്ത്രീകൾ ഏറെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.